ISROയുടെ സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് ഗേറ്റ് എക്സാം കൂടാതെയുള്ള പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ISROയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ISRO ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷൻസിലേക്ക് സാധാരണഗതിയിൽ ഗേറ്റിലൂടെയാണ് എന്ത് ചെയ്യാറുള്ളത്, അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഗേറ്റ് ത്രൂ അല്ലാതെ തന്നെ ISRO സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു വലിയ റിക്രൂട്ട്മെന്റ് ആണ് ഇത്തവണ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, എന്തെല്ലാമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എൻട്രി. My name is Mohammad Shad. അതായത് ISRO സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു എഞ്ചിനീയറുടെയും സ്വപ്ന ജോലി തന്നെയാണ് ഇസ്രോയിൽ ഒരു സയന്റിസ്റ്റ് ആവുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ ഒന്നാണ് ISRO സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 ISRO എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ദ റിക്രൂട്ട്മെന്റ് ഫോർ സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ വിത്ത് BE or BTech in equivalent degree in electronics, mechanical and computer science. ഇത്തവണ 3 ബ്രാഞ്ചസുകാരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ISRO വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും, അതേപോലെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുമാണ് ഈ ബിഗ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ കുറഞ്ഞ വേക്കൻസി ഒന്നും അല്ലട്ടോ, നല്ല വേക്കൻസിയോട് കൂടി തന്നെയാണ് ISROയുടെ ഈ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ISRO എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിൽ ഒന്നാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ഗ്രാജുവേറ്റ് ഫോർ ദ ഫോളോയിങ് വേക്കൻസീസ് ഓഫ് സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ഇൻ ലെവൽ 10 ഓഫ് പേ മെട്രിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ISRO സെന്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പോസ്റ്റ് കോഡ് BE001 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ്. ഇതിൽ 113 വേക്കൻസികളാട്ടോ വന്നിരിക്കുന്നത്. ഇതിൽ 113 വേക്കൻസികളാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ BE or BTech in electronics and communication engineering with an aggregate of minimum 65% മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒന്നുകിൽ 65% മാർക്ക് വേണം, അല്ലെങ്കിൽ CGPA എന്ന് പറയുന്നത് 6.84 ഔട്ട് ഓഫ് 10 വേണം. അപ്പൊ ഇതാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് വന്നിരിക്കുന്ന പോസ്റ്റ്. ഇതിൽ 113 പോസ്റ്റുകളാണ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ വന്നിരിക്കുന്നത്. ഒരു മികച്ച അവസരം തന്നെയാണല്ലേ. അതേപോലെ തന്നെ BE002 എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ഇൻ മെക്കാനിക്കൽ വന്നിട്ടുണ്ട്. സോ മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 160 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. വലിയ നമ്പർ തന്നെയാണ് അല്ലേ. ആദ്യത്തെ 113 ആണെങ്കിൽ, ഇലക്ട്രോണിക്സുകാർക്ക് 113 ആണെങ്കിൽ ഇവിടെ 160 വേക്കൻസി വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൽ വന്നിരിക്കുന്ന BE or BTech equivalent in mechanical engineering with a aggregate of minimum 65% or CGPA 6.84 ഔട്ട് ഓഫ് 10 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ മാറ്റമല്ല, CGPAയും പെർസെൻറ്റേജും ഇവിടെയും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. സോ മെക്കാനിക്കലുകാർക്കും ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. 160 ഒഴിവുകൾ ഇവിടെ വരുന്നുണ്ട്. ഇനി സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടുണ്ട്. സോ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 44 ഒഴിവുകളുണ്ട്. 44 ഒഴിവുകൾ. അതിൽ BE or BTech in കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് അഗ്രിഗേറ്റ് മിനിമം 65% ഓർ 6.84 ഔട്ട് ഓഫ് 10 CGPA. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അഡീഷണൽ ആയിട്ട് കുറേ റിക്രൂട്ട്മെന്റുകൾ വരുന്നുണ്ട്. സയന്റിസ്റ്റ് എഞ്ചിനീയർ ഇൻ ഇലക്ട്രോണിക്സ് തന്നെ, അതിൽ നോക്കുകയാണെങ്കിൽ PRL എന്ന് പറയുന്ന കാറ്റഗറിയിൽ 2 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സയന്റിസ്റ്റ് ഓൺ എഞ്ചിനീയർ SC കമ്പ്യൂട്ടർ സയൻസ് PRL എന്ന് പറയുന്ന കാറ്റഗറിയിൽ 1 ഒഴിവ് വന്നിട്ടുണ്ട്. ദെൻ ഏതൊക്കെ സോൺസിലാണ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള റിസർവേഷൻസ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, വേക്കൻസി ഐഡന്റിഫൈ ഫോർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ഒഴിവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മഹേന്ദ്രഗിരി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ SDC സാർ ശ്രീഹരിക്കോട്ടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ശ്രീഹരിക്കോട്ടയിലൊക്കെ എന്താണ് സ്പേസ് വെഹിക്കിളിന്റെ ലോഞ്ചിങ്ങിന്റെ ഒക്കെ നമ്മൾ വീഡിയോസുകൾ കാണാറുണ്ട് അല്ലേ. അതേപോലെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് VSSC എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 8 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്കുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വേക്കൻസിയെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വേക്കൻസീസ് ഒന്നുകൂടി കൺസോൾഡേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് 113, മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് 160, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് 44 ആണ്. അപ്പോൾ നിയർലി 370ന്റെ അടുത്ത് വേക്കൻസീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റു കാറ്റഗറീസോട് പരിഗണിക്കുന്ന സമയത്ത്. സോ ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ഷുഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി
University. Candidates who are going to complete above course in the academic year 2024-25 are also eligible to apply. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ എക്സാം ഓർഗനൈസേഷൻസും ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. അതായത് ഈ ഫൈനൽ ഇയേഴ്സിന് അവസരം നഷ്ടപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് റെയിൽവേ. അപ്പം നിങ്ങൾ ഈ ഒരു എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇത്തവണത്തെ ISRO റിക്രൂട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം, ഈവൻ ദോ റിസൾട്ട് വന്നിട്ടില്ല അല്ലേ. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രൊവൈഡഡ് ദ ഫൈനൽ ഡിഗ്രി ഇൻ അവൈലബിൾ ഓൺ 31/8/2025. അപ്പം നിങ്ങൾക്ക് ജൂലൈ കഴിഞ്ഞ ഓഗസ്റ്റ് ആകുന്ന സമയത്ത് ഓഗസ്റ്റ് 31 ആകുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. തീർച്ചയായിട്ടും അതിന് മുന്നേ എന്തായാലും കിട്ടും, കാരണം മെയ് ലാസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ട് വരും. അങ്ങനെയാണെങ്കിൽ ജൂലൈയിൽ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അത് വിഷയമുള്ള കേസല്ല. ആൻഡ് അഗ്രിഗേറ്റ് 65 മാർക്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആവറേജ് ഓഫ് ഓൾ സെമസ്റ്റർ ഫോർ റിസൾട്ട് ആർ അവൈലബിൾ. അപ്പോൾ ഫൈനൽ ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കഴിഞ്ഞ എക്സാംസുകളിൽ നിങ്ങൾക്ക് എന്തിൻ്റെയായിരിക്കണം, 65% അല്ലെങ്കിൽ 6.84 എന്ന് പറയുന്ന CGPA എന്ന് പറയുന്ന ക്രൈറ്റീരിയോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലൈഡ് ഡിസിപ്ലിൻസ് ഇൻ BE or BTech അക്സെപ്റ്റഡ് അണ്ടർ ദ എബോവ് ഡിസിപ്ലിൻസ് ആർ മെൻഷൻഡ് ഇൻ ദ എഫക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അലൈഡ് എഞ്ചിനീയറിംഗ്സ് ഉണ്ട്. ഇപ്പം മെക്കാനിക്കലിൻ്റെ തന്നെ അലൈഡ് ആയിട്ട് വരുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. അതേപോലെ ഇലക്ട്രോണിക്സിൻ്റെ ഇത് വരുന്നുണ്ട്. സോ അത്തരം ബ്രാഞ്ചസുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ISROയുടെ നോട്ടിഫിക്കേഷൻ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കാൻഡിഡേറ്റ് മേ അപ്ലൈ മൾട്ടിപ്പിൾ പോസ്റ്റ് സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് ചെയ്യുക. അവർ കാൻഡിഡേറ്റ് അപ്ലൈ മൾട്ടിപ്പിൾ പോസ്റ്റ് ഷുഡ് സെലക്ട് കോമൺ റിട്ടേൺ ടെസ്റ്റ് സെൻറ്റേഴ്സ് ആയിരിക്കണം. ആൻഡ് കാൻഡിഡേറ്റ് ഹാവ് ടു മേക്ക് അപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് സെപ്പറേറ്റ്ലി ഫോർ അപ്ലിക്കേഷൻ ഓഫ് ഓൾ ദ പോസ്റ്റ്. നിങ്ങൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ ഫീ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ അപ്ലിക്കേഷൻ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിൽ ബി ഹോസ്റ്റഡ് ISRO വെബ്സൈറ്റ് ബിറ്റ്വീൻ 27/5, അത് 27/5 മുതൽ 16/6 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 27/5 മുതൽ 16/6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ വിൽ ബി റിസീവ്ഡ് ഓൺലൈൻ മാത്രമായിട്ടാണുള്ളത്. അതേപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ, അതേപോലെ തന്നെ ഇമെയിൽ ID ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഈസ് 16/6/2025 അപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 27/5/2025 അതേപോലെ തന്നെ അപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് 16/6/2025 അപ്പോൾ ഈ 2 ഡേറ്റും നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ മുതൽ തന്നെ അപ്ലൈ ചെയ്യും. 27-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിൽ ഡോക്യുമെന്റ്സുകളൊക്കെ വേണോ എന്നുള്ള സംശയം ഉണ്ടാവും അല്ലേ. നോ ഡോക്യുമെന്റ് എക്സെപ്റ്റ് ഫോട്ടോ ആൻഡ്, ഇതിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെന്റുകൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ മാത്രം മതി. ആർ ടു ബി അപ്ലോഡഡ്, അത് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എങ്കിൽ ഹവർ കാൻഡിഡേറ്റ്സ് ഷുഡ് ബി റെഡി ടു സബ്മിറ്റ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് ക്വാളിഫിക്കേഷൻ ഓഫ് ഏജ് കാറ്റഗറി, NOC ഫ്രം എംപ്ലോയർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി വേറൊരു ജോലിയിലേക്കുള്ള ആളാണെങ്കിലാണ് ഈ NOCൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ OBCയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OBCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഈ എക്സാംസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. 120 മിനിറ്റ് ഡ്യൂറേഷനിലുള്ള ഒരു എക്സാം ആയിരിക്കും. ഓക്കെ. അതിൽ തന്നെ 2 പാർട്ട് ഉണ്ടാവും കേട്ടോ. ഈ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് A, പാർട്ട് B എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ട് എക്സാം ഉണ്ടാവുക. ഡ്യൂറേഷൻ 120 മിനിറ്റ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ഈ എക്സാംസിൽ നോക്കുകയാണെങ്കിൽ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. പാർട്ട് Aയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ +1 മാർക്ക്, ആൻഡ് തെറ്റിക്കഴിഞ്ഞാൽ 1/3 ആ രീതിയിലാണ് വരിക. പാർട്ട് B എന്ന് പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ഓർ എബിലിറ്റി ടെസ്റ്റ് ആണ്. അതിൽ 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ ടോട്ടൽ 20 മാർക്സ്, നോ നെഗറ്റീവ് മാർക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 100 മാർക്സിൻ്റെ ടെസ്റ്റ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ടോട്ടൽ 100 മാർക്സിൻ്റെ ടെസ്റ്റ് ആണ്. 2 hours ആയിരിക്കും എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. സോ ഈ എക്സാം പാറ്റേണിനെ കുറിച്ചും അതേപോലെ എക്സാം സിലബസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ. അതായത് ISRO എക്സാം എന്ന് പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഏറ്റവും അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന ഒരു പോസ്റ്റ് ആണല്ലേ. അപ്പോൾ ചില ജോലികളുണ്ട് അല്ലേ, ചില ജോലികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജോലിയെ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന എന്താ പറയുക പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സിവിൽ സർവീസ് നേടുക എന്നൊക്കെ പറഞ്ഞാൽ
ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ജോബാണ് ISROയിൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊരു ISRO സയൻറ്റിസ്റ്റ് ആയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്താണ് അല്ലേ? അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഗേറ്റ് എക്സാമിലൂടെയാണ് ഈ ISRO പോലുള്ള ഓർഗനൈസേഷൻസിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നോൺ ഗേറ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. എന്നാൽ ഈ നോൺ ഗേറ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിൽ ഇത്രയും നല്ല അവസരം എന്ന് പറയുന്നത് ഇതൊരു നല്ല അവസരമായിട്ട് കണ്ടുകൊണ്ട് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ഒന്ന് സിൻസിയർ ആയിട്ട് എഫേർട്ട് എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്വപ്ന ജോലിയിലേക്കുള്ള യാത്രയായിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. സോ ISROയുടെ ഈ ഒരു സയന്റിസ്റ്റ് പോസ്റ്റ് എൻട്രിയോടൊപ്പം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ISRO എക്സാമിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സിലബസും അതിൻ്റെ വീഡിയോസുകളും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ക്ലാസ്സുകളുമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ISROക്ക് വേണ്ടി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എൻട്രിയോടൊപ്പം നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ISROയിലെ ഈ ഒരു സയന്റിസ്റ്റ് പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല വിജയത്തിന് വേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുക. ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള CGPA പെർസെൻറ്റേജ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ് കേട്ടോ. അതും ഞാൻ പറയാൻ വിട്ടുപോയി. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. അപ്പോൾ 28 വയസ്സിനുള്ളിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നേടിയെടുക്കുക. നമ്മളോടൊപ്പം തയ്യാറെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.